ഒന്ന് നിൽക്കൂ. ഈ ശാരദ എസ്റ്റേറ്റിലേക്കുള്ള വഴി ഏതാണ്? ഇതിലെ നേരെ അങ്ങോട്ട് പോയാൽ കാണാം. എക്സ്ക്യൂസ് മീ, ശശി ഇവിടെ ഇല്ലേ? ഇല്ല, 3-4 ദിവസമായി ഇവിടുന്ന് പോയിട്ട്. ഓഹോ, നിങ്ങൾ? ഞാൻ ശശിയുടെ അമ്മ. നമസ്കാരം. ഇരിക്കൂ. താങ്ക് യു. മനസ്സിലായില്ലല്ലോ. മൈ നെയിം ഈസ് പ്രകാശ്. ശശിയുടെ വളരെ അടുത്തൊരു സുഹൃത്താണ്. സ്ഥലം? കോഴിക്കോട്. അവിടെ ഒരു ചെറിയ ബിസിനസ് എല്ലാം ഉണ്ട്. പിന്നെ വല്ലപ്പോഴും സമയം കിട്ടുമ്പോൾ കഥകളും ഒക്കെ എഴുതും. കുറച്ച് ദിവസത്തെ അവധി കിട്ടിയതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. താങ്കൾ വരുന്ന വിവരം അവൻ അറിയാമോ? അറിയാം, ഞാൻ എഴുതിയിരുന്നല്ലോ. എന്നാണ് എഴുതിയിരുന്നത്? എന്നാ തിരിച്ചു വരുന്നറിയാമോ? ഇല്ല, ഏതായാലും 2-3 ദിവസം ഇവിടെ താമസിക്കൂ. അതിനുള്ളിൽ അവൻ വരും. ശശി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ കൊണ്ടുപോയി എസ്റ്റേറ്റൊക്കെ ചുറ്റി കാണിക്കുമായിരുന്നു. അത് സാരമില്ല, ഞാൻ തനിച്ചു പോയി കണ്ടോളാം. വേണമെങ്കിൽ വേലപ്പന് കൂടെ അയക്കാം. വേലപ്പാ, വളരെ നല്ലത്. ഇദ്ദേഹത്തെ കൊണ്ടുപോയി നമ്മുടെ എസ്റ്റേറ്റ് ഒക്കെ ചുറ്റി കാണിക്കൂ. അവിടെ ചായ, ഇവിടെ കാപ്പി, സാറിന് മുഴുവനും കാണിച്ചു തരാം. ഇത് പടി. ഇതാ ആ കാണുന്ന മുഴുവൻ എന്റെ അച്ഛന്റെ എസ്റ്റേറ്റ് ആയിരുന്നു. അതോ? അങ്ങനെ പെപ്പർ കൃഷി തുടങ്ങിയതോടുകൂടി പാപ്പരായിപ്പോയി. ഏലം തുടങ്ങി എസ്റ്റേറ്റ് ലേലത്തിലും പോയി. പിന്നെ എന്തൊക്കെയാണ് നാട്ടുവിശേഷങ്ങൾ? അയ്യോ, നാട്ടുവിശേഷം ഒന്നും സാറിന് അറിയില്ലേ? ഞാനിവിടെ പുതിയ ആളല്ലേ. കൊച്ചേമാന്റെ കൊലപാതകത്തെ പറ്റിയും അറിയില്ലേ? കൊലപാതകം? കൊച്ചേമാൻ? സാറിനൊരു സംഭവം കേൾക്കണം. ഇവിടെ അയ്യപ്പൻ എന്ന് പറഞ്ഞൊരു വെറുവ് വീട്ടുകാരനുണ്ട്. അവനൊരിക്കൽ കാട്ടിൽ നിന്ന് ഓടി വന്ന് പറയവാ, കൊച്ചേമാൻ ചത്ത് കിടക്കുന്നു. ഞങ്ങൾ ഒരു കൂട്ടം നിന്ന് നോക്കിയപ്പോ ഒരു പന്നിയാ ചത്ത് കിടക്കുന്നു. സാറിന് ആ സ്ഥലവും കാണാം. അയ്യപ്പന്റെ വീട് എവിടെയാണ്? ദാ ആ ഫാക്ടറിയുടെ അടുത്താ. ഓഹോ, ശരി, വേലപ്പം വയ്ക്കുള്ളൂ. നമുക്ക് പിന്നെ കാണാം. താനാണോ വിറവൂട്ടുകാരൻ അയ്യപ്പൻ? അതെ. സാറിന് മനസ്സിലായില്ലോ. ഞാൻ ശശിയുടെ ഒരു സ്നേഹിതനാണ്. ശശിയുടെ മൃതദേഹം എവിടെയാ കണ്ടോന്ന് കാണിച്ചു തരാമോ? അപ്പൊ ഞാൻ പറഞ്ഞത് ഒരാളെങ്കിലും വിശ്വസിച്ചല്ലോ. വാ സാറേ, ഞാൻ കാണിച്ചു തരാം. കേട്ടോ സാറേ, ഞാൻ എല്ലാവരോടും ഈ കാര്യത്തെപ്പറ്റി പറഞ്ഞപ്പോ എല്ലാരും എന്നെ കളിയാക്കി. ഞാൻ കള്ളുടിയനാണ്, ഭ്രാന്തരാണെന്നൊക്കെ കളിയാക്കി തിരിച്ചു. എന്താണ് നാരായണമാവാ? നാരായണേട്ടാ, ആരാണത്? എനിക്കറിയില്ല മോളെ. ആരാണവർ? അത് ആ കുട്ടിയുടെ പേര് ഗൗരീന, മറ്റേത് അവരുടെ വേലക്കാരൻ നാരായണൻ. ഓഹോ, ഇവിടെ തന്നെ, ഇവിടെയാണ് ഞാൻ ശവം കണ്ടത്. അപ്പോൾ പന്നി അതുകൂടെ തന്നെ 3-4 ദിവസം കൊണ്ട് ഞാൻ അവനെ തേടി നടക്കുവാ. ആരെ? കൊലപാതകയെ. അവൻ ഏത് നരകത്തി പോയാലും ഈ അയ്യപ്പൻ കണ്ടുപിടിക്കും. പിന്നെ കണ്ടുപിടിച്ചു വിട്ടാ എന്നെ 7 പോലീസ് ആക്കാമെന്ന് പറയുന്നുണ്ട്. നാരായണമോ, എന്താ ഇവിടെ? മോന്റെ വീട്ടിലേക്കാണോ? ഓ, എന്നാ കൊച്ചമോട് പോയി പറഞ്ഞേരെ, അയ്യപ്പൻ വിറവോട്ടൊക്കെ നിർത്തിന്ന്. എന്റെ നാൾ അയ്യപ്പനൊരു കൊലക്കേടുമായി അങ്ങനെ കെട്ടിട്ടു നടക്കുക. ആരാല്ലെങ്കിലും അർത്ഥമില്ല. ഞാൻ പറഞ്ഞ ഒന്നും ശ്രദ്ധിക്കില്ല. അതെന്താ? ഞാൻ ലേശം വെള്ളം അടിക്കും. ആയിരിക്കട്ടെ, ഈ നാരായണന് ഇവിടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ? ഏയ്, ആരുമില്ല. ഒരപ്പൂന്ന് പറയുന്ന ഒരു പേരക്കടാവുണ്ട്.
അപ്പോഴേ അയ്യപ്പൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, സാറും ഈ കേസ് അന്വേഷണം വന്നതാണോ? ഹേയ്, ഞാൻ ശശിയുടെ ഒരു സ്നേഹിതനാണ്. ഓ, ശശി വളരെ കാലമായി എന്നെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു. ഇപ്പോഴാണ് വരാൻ സാധിച്ചത്. വന്നപ്പോൾ സംഗതികളൊക്കെ വളരെ വിചിത്രമാണ്. എവിടെയോ ഒരു പെശകുണ്ട് സാറ്. ആ. അപ്പോഴേ സാറിനെ ഇനി എപ്പോഴാ കാണുക? പിന്നെ കാണാം. അപ്പൊ ഞാൻ പോട്ടെ. അവനിങ്ങോട്ട് വരട്ടെ, എലിക്കുഞ്ഞിനെ പിടിക്കുന്നത് പോലെ ഞാൻ പിടിക്കും. എന്താണ് കിടന്ന് അലർന്നു? ഞാൻ നാരായണന്മാരുണ്ട് പേടിപ്പിച്ച. ഏതാടാ അയാൾ? അയാള് കൊച്ചയമ്മന്റെ ഒരു കൂട്ടുകാരനാ. കടയൊക്കെ എഴുതും, കാണാമെന്നതാ. പക്ഷേ കണ്ടാൽ പോലീസുകാരനാണെന്ന്. ഏയ്, ഞാൻ ചോദിച്ചതാ. അയാൾക്ക് കൊല നടന്ന സ്ഥലം ഒന്ന് കാണണം. അതിനു വേണ്ടി ഞാൻ കൂട്ടിക്കൊണ്ടുവന്നതാ. അപ്പൊ ഞാൻ പോട്ടെ. അവന്മാരൊന്നും വിശ്വസിക്കരുത്. ഓ, എനിക്ക് മടുത്തു. ആ കുടിയൻ ഭയങ്കര കുഴപ്പങ്ങൾ ഉണ്ടാക്കി. ശശിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കയ്യിലെ കാശ് തീരുന്നത് വരെ അവൻ തെണ്ടി തിരിഞ്ഞു നടക്കും. ആ, മണി 9:30 താങ്കൾ ഉറങ്ങിക്കൊള്ളൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അയാളുടെ എത്ര ദിവസം കാണും? ഒരു പിടിയുമില്ല. നീ ഒരു കാര്യം ചെയ്യും, അയാളോട് ആ ഗസ്റ്റ് ഹൗസിലോട്ട് മാറി താമസിക്കാൻ പറ. അത് ഞാൻ എങ്ങനെ പറയുക? നീ ഞാൻ പറയുന്ന പോലെ അയാളോടൊന്ന് പറഞ്ഞു നോക്ക്. അതായത് ഞാൻ ചെറുപ്പത്തിലെ വിധവയായവളാണെന്നും ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുകയാണെന്നും അപ്പോൾ രാത്രികാലങ്ങളിൽ മറ്റൊരു ചെറുപ്പക്കാരൻ കൂടെ താമസിക്കുന്നത് ആളുകൾ അറിഞ്ഞാൽ ആളതൊക്കെ പറയലേ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും അവൻ പോകുന്നില്ല എങ്കിൽ ശരി, ഞാൻ പറഞ്ഞു നോക്കാം. വാണി പെണ്ണെ, ഇങ്ങോട്ട് അടുത്ത് കിടക്കാൻ. അവിടെ അവിടെ നാണം കണ്ടു. എത്ര ദിവസം താമസിക്കാനാണ് താങ്കളുടെ പ്ലാൻ? കൃത്യമായി പറയാൻ പറ്റില്ല. ഞാൻ ഒരു എഴുത്തുകാരൻ കൂടിയാണല്ലോ. പ്രചോദനം കിട്ടുകയാണെങ്കിൽ ഇവിടെ തന്നെ നിൽക്കും. എപ്പോ ബോറടിക്കുന്നുവോ അപ്പൊ സ്ഥലം വിടും. എന്നെ തെറ്റിദ്ധരിക്കരുത്. താങ്കൾ ഇവിടെ താമസിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ പറയൂ. ജനം
അതും ഇതും പറയുമോ എന്നാ. എന്ത്? താങ്കൾ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരൻ. ഞാൻ ചെറുപ്രായത്തിൽ വിധവയായവളും, അതും ഒറ്റയ്ക്കൊരു വീട്ടിൽ താമസിക്കുമ്പോൾ, പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ. ശരിയാണ്, മനുഷ്യന്റെ സ്വഭാവം ഇങ്ങനെയാണ്. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് പറയും, ഉള്ളതോ ഇല്ലെന്നും പറയും. താങ്കൾ ഇവിടെ തുടർന്ന് താമസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വേറെ സൗകര്യമുണ്ടാക്കാം. എങ്ങനെ? ഇവിടെ ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. എത്ര കാലം വേണമെങ്കിലും താങ്കൾക്ക് അവിടെ താമസിക്കാം. ഗുഡ്. ആർക്കും ഒരു ഉപദ്രവമില്ലാതെ കഴിയാമല്ലോ. വേലപ്പ,